Very good evening, everyone. Welcome to SmartFX free live webinar session. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോറക്സിനെ കുറിച്ചാണ്. ഫോറക്സിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇൻ ഡീപ്പായിട്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോറക്സ് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള ബേസിക്സ് കാര്യങ്ങൾ, ടേംസ് കാര്യങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. പിന്നെ കുറച്ച് സ്ട്രാറ്റജീസ് കാര്യങ്ങൾ. ഫോറക്സിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ നമ്മൾ ടേംസ് കാര്യങ്ങൾ, ആപ്ലിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് എന്താ പറയുക, സ്കാം, ഫേക്ക് കമ്പനീസ് ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ, അവർ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും പൂർണ്ണമായി പഠിപ്പിച്ചു തരില്ല. എന്താണ് വോളിയം, എന്താണ് സ്പ്രെഡ്, എന്താണ് സ്വാപ്പ്, അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കാതാവുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ, നിങ്ങൾക്ക് അത് ചെയ്യാനറിയാതെ ഓട്ടോമാറ്റിക്കലി വാഷ് ഔട്ട് ആയി പോകും. ഇങ്ങനെയാണ് ഒരു 95% ബ്രോക്കേഴ്സ് എന്താ ന്റെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് നമ്മളുടെ നിന്ന് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോറക്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ബിഗിനേഴ്സ് ഉണ്ടാവും, എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ എന്താണ് ഞാൻ, അതുപോലെ തന്നെ എൻ്റെ കമ്പനി എന്നുള്ളത് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ്, ഞാൻ സ്മാർട്ട് എഫെക്സിൽ ഇപ്പോൾ 3 വർഷമായി വർക്ക് ചെയ്യുന്നു. ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിലും ഫസ്റ്റ് കമ്പനിയാണ് സ്മാർട്ട് എഫെക്സ്. 3 വർഷമായി ഞാൻ ഈ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ക്ലാസ്സസ് കാര്യങ്ങൾ, ഇപ്പോൾ മെൻറ്ററിങ് മാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, മെൻറ്ററിങ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ട്രേഡേഴ്സിനെ ഫ്രം ബിഗിനർ ലെവൽ ടു ട്രേഡർ ലെവലിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. സോ അടുത്തതായിട്ട് കമ്പനീനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കമ്പനി സ്മാർട്ട് എഫെക്സ് ഇവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിൽ ബിസിനസ് ബേയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്, ബേ സ്ക്വയറിലാണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പഠിക്കണം. ഇപ്പോൾ ഈ വെബിനാർ അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. നമ്മളുടെ ഓഫീസിൽ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ വന്നിട്ട് സെമിനാർസ് അറ്റൻഡ് ചെയ്യാം. അതിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക്സ്, ഫണ്ടമെന്റൽസ്, ടെക്നിക്കൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കും. ഇതെല്ലാം എന്തായിരിക്കും, ടോട്ടലി ഫ്രീ ആയിരിക്കും. നിങ്ങൾ പേയ്മെന്റ് കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇപ്പൊ സ്മാർട്ട് എഫെക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസ്, റെഗുലേഷൻ എല്ലാം എന്താ, വൻവാത്തു ഫിനാൻഷ്യൽ സർവീസസ് കമ്മീഷൻ, അതുപോലെ തന്നെ സൈപ്രസ്, ഇവിടെ നിന്നാണ് നമ്മളുടെ ലൈസൻസ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അല്ല ഇത്. നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ദുബായ് മാർക്കറ്റും അല്ല. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പലരും ചോദിച്ചു വരും, മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ, അതേപോലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതുണ്ടോ, ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. അതേപോലെ തന്നെ ദുബായ് മാർക്കറ്റ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാലിക്ക് ചോദിച്ചു വരും, പാർക്കിംഗ് ചോദിച്ചു വരും, ലുലു ചോദിച്ചു വരും. അങ്ങനെ ദുബായിലെ മാർക്കറ്റ് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മളിവിടെ ചെയ്യില്ല. ബിറ്റ് കോയിൻ ഇല്ല, ക്രിപ്റ്റോ ഇല്ല. നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോറക്സ് കറൻസീസ്. കറൻസീസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറക്സ്, അതുപോലെ തന്നെ കമോഡിറ്റീസ്. അപ്പോൾ കമോഡിറ്റീസിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഗോൾഡ്, സിൽവർ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അങ്ങനത്തെ കമോഡിറ്റീസും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരും. അതിന് മുന്നായിട്ട് ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറയാണ്. ഫോറക്സ്, കമോഡിറ്റീസ്, ഇൻഡൈസസ്, അതുപോലെ തന്നെ സ്റ്റോക്സ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂച്ചർ, അതായത് കറണ്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പ്രൈസിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ പ്രൈസിലും നമ്മൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? നമുക്ക് ഈ ഫോറക്സിനോട് മെയിൻ ആയിട്ട് ആളുകൾക്ക് താല്പര്യം തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 24 hours മാർക്കറ്റാണ്. മനസ്സിലായോ? ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയപരിധി ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ ട്രേഡ് ചെയ്ത് തീർക്കണം. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, 24 hours 5 days അങ്ങനെ നമ്മൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? പിന്നെന്താണ്, സ്മാർട്ട് എഫെക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മീഷൻ ഫ്രീ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഞങ്ങൾ അധികം ചാർജസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. കമ്മീഷൻ ഇല്ല, സ്വാപ്പ് ഇല്ല, ഹോൾഡിംഗ് ചാർജ് കാര്യങ്ങളില്ല. അപ്പോൾ ആ ടേംസ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഹോൾഡിംഗ് ചാർജ് ഇല്ല, ഡെപ്പോസിറ്റ് വിഡ്രോവൽ ചാർജ് ഇല്ല. ക്ലയന്റുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും വിഡ്രോവൽ ചെയ്യുമ്പോഴും ബാങ്ക് ചാർജസ് ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കില്ല. മനസ്സിലായോ? അപ്പോൾ കമ്മീഷൻ ഇല്ല, സ്വാപ്പ് ഇല്ല, ഡെപ്പോസിറ്റ് വിഡ്രോവൽ ചാർജ് ഇല്ല,
ഹിഡൻ ചാർജസ് ഒന്നുമില്ല. അതുപോലെ തന്നെ സ്ലിപ്പേജ് എന്ന് പറയും, വലിയ വോള്യത്തിലൊക്കെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പോകും, അത് ഞങ്ങൾ എടുക്കുന്നില്ല. മനസ്സിലായോ? ആകെ ചാർജ് ചെയ്യണത് സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പ്രെഡ് എന്താണെന്നുള്ളതും നമ്മൾ ഇതിൽ നിന്ന് ഇന്ന് പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. സോ ഇതാണ് സ്മാർട്ട് എഫിക്സ്. നമ്മളിവിടെ 9 വർഷമായി, നമ്മളിവിടെ 10 വർഷമായിട്ടുണ്ട് ഇവിടെ ബിസിനസ് ബേയിൽ വർക്ക് ചെയ്ത് പോണത്. ഓക്കെ. സോ കൂടുതൽ അറിയാനായിട്ട് എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്നുള്ളത്, ഫോറക്സ് എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോറക്സ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിപണിയാണ്. ഇവിടെ കറൻസികൾ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ബാങ്കുകൾ, കോർപ്പറേഷനുകൾ, സർക്കാരുകൾ, നിക്ഷേപകർ, വ്യക്തിഗത വ്യാപാരികൾ എന്നിവരെല്ലാം ഈ വിപണിയിൽ പങ്കെടുക്കുന്നു. ഒരു കറൻസിയുടെ മൂല്യം മറ്റൊരു കറൻസിയുമായി താരതമ്യപ്പെടുത്തി മാറ്റി ലാഭം നേടാനുള്ള ശ്രമമാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് കേട്ടിട്ടുണ്ട്, എക്സ്ചേഞ്ചസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫോറക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിൾ ആക്കാണ്. ഇപ്പൊ നമ്മള് ഇപ്പോൾ ദുബായിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം ദുബായ്, അബുദാബി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് എക്സ്ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ അൽ അൻസാരി, ലുലു എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ അൽ അൽ റസോക്കി എക്സ്ചേഞ്ച്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളവിടെ എന്താ ചെയ്യുക? നമ്മളവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? അപ്പോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യും നമ്മൾ. അപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ നാട്ടിലേക്ക് പോവാണ്, ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ AED ഉള്ളൂ. എൻ്റെ കയ്യിൽ AED ഉള്ളൂ. എനിക്ക് INR വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് എൻ്റെ IED കൊടുത്തിട്ട് ഞാൻ INR മേടിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു കറൻസി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു കറൻസി ഇങ്ങോട്ട് മേടിക്കുകയാണ്. മനസ്സിലായോ? ഈ സെയിം സംഭവം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ ഫോറക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്താ ഇതുപോലെ കറൻസീസ് പെയേഴ്സ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞു, AD കൊടുക്കുന്നു, INR മേടിക്കുന്നു. അവിടെ എന്താ AD-യും INR രണ്ട് പേയേഴ്സ് ആണുള്ളത്. മനസ്സിലായോ? അതേപോലെ നമ്മൾക്ക് എന്താ കറൻസീസ് ട്രേഡ് ചെയ്യുമ്പോഴും രണ്ട് കറൻസീസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ INR-ഉം AD ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള കറൻസീസ് ആയിരിക്കും അതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ യൂറോപ്പിന്റെ യൂറോ, ജപ്പാന്റെ ജാപ്പനീസ് yen, ബ്രിട്ടന്റെ ബ്രിട്ടീഷ് പൗണ്ട്, പിന്നെന്താ കാനഡയുടെ കനേഡിയൻ ഡോളർ മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്ത് വരുന്നത്. ഫോറക്സിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്ത് വരുന്ന ഒരു കറൻസിയാണ് US ഡോളർ, അതായത് US ഡോളർ. മനസ്സിലായോ? അതേപോലെ ഒരുപാട് കറൻസീസ് നമുക്കുണ്ട്. എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് കറൻസീസ് ഉണ്ട്. എന്താണ് മൈനറും മേജർ ആയിട്ടുള്ള കറൻസീസ് ഉണ്ട്. അപ്പൊ മൈനറും മേജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയി ട്രേഡ് ചെയ്യാവുന്ന ഒരു കറൻസിയാണ് യൂറോ USD, GBP USD, പിന്നെ ഏതാ GBP USD, ജപ്പാനീസ് yen USD, അങ്ങനത്തെ കറൻസീസ് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ മേജർ കറൻസീസ് വരുന്നത്, മേജർ കറൻസീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊക്കെയാണ്. മീൻസ് യൂറോ, കനേഡിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ, ജപ്പാനീസ് yen, അങ്ങനെയാണ് മേജർ കറൻസീസ് വരുന്നത്. പിന്നെന്താ എക്സോട്ടിക് ആയിട്ടുള്ള കറൻസീസ് ഉണ്ട്. നമുക്ക് എന്താ നമ്മൾ കുറച്ച് പേടിക്കണം. കാരണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഇല്ലാണ്ട് ഈ എക്സോട്ടിക് ആയിട്ടുള്ള കറൻസീസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകും. വാഷ് ഔട്ട് ആവുക എന്ന് വെച്ചാൽ നമ്മളെ പൈസ തീർന്ന് പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? സോ അങ്ങനത്തെ കറൻസീസ് ആണ് ഏതാണ് സിംഗപ്പൂർ ഡോളർ, പിന്നെ ടർക്കിഷ് ലിറ. സോ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ. സോ ഫോറക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കറൻസി കൊടുത്ത് ഒരെണ്ണം പേടിക്കുക. സോ അത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? കറൻസീസ് പേയേഴ്സ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ യൂറോ USD, GBP USD, ന്യൂസിലാൻഡ് ഡോളർ USD, കനേഡിയൻ ഡോളർ JPY, അങ്ങനെ എപ്പോഴും പേയേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. ഫോറക്സിലെ അടിസ്ഥാന പദങ്ങൾ: കറൻസി ജോഡികൾ. ഫോറക്സ് മാർക്കറ്റിൽ കറൻസികൾ എപ്പോഴും ജോഡികളായാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. കണ്ടോ? ജോഡികളായിട്ടായിരിക്കും എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കറൻസി വാങ്ങുമ്പോൾ നിങ്ങൾ മറ്റൊന്ന് വിൽക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ബേസ് കറൻസി എന്താണെന്നുള്ളതാണ് പറയുന്നത്. ജോഡിയിലെ ആദ്യ കറൻസി നിങ്ങൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ കറൻസിയാണത്. ബേസ് കറൻസി എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ കറൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ USD എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ ആണ് അതിലെ ബേസ് കറൻസി. USD എന്തായിരിക്കും താഴെയുള്ളത്? കൗണ്ടർ അല്ലെങ്കിൽ കോട്ട് കറൻസി. അതിനെ രണ്ട് പേര് വിളിക്കും. ഒന്നിലേക്ക് കൗണ്ടർ കറൻസി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോട്ട് കറൻസി എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ ബേസും കോട്ടും. അപ്പോൾ യൂറോ USD എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ എപ്പോഴും എന്തായിരിക്കും? ബേസും, പിന്നെന്താ US ഡോളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും കോട്ട് കറൻസി ആയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ബേസ് കറൻസിയും കോട്ട് കറൻസിയും. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ്, മനസ്സിലാക്കണം ട്രേഡ് ചെയ്യുമ്പോഴും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കനേഡിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ ആണെന്ന് വിചാരിക്കുക. കനേഡിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുമ്പോൾ കനേഡിയൻ ഡോളർ അവിടെ എന്താണ്? ബേസ് കറൻസിയും, ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കൗണ്ടർ കറൻസി, അല്ലെങ്കിൽ അതിനെ കോട്ട് കറൻസി എന്ന് വിളിക്കാം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാന ജോഡികൾ ഏതൊക്കെയാണെന്ന്. കണ്ടോ?
US ഡോളറിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കറൻസീസ് എന്തായിരിക്കും? മേജർ ആയിട്ടുള്ള കറൻസീസ് ആയിരിക്കും. യൂറോ USD, GBP USD, USD ജപ്പാനീസ് yen, USD സ്വീഡിഷ് ഫ്രാങ്ക്, ഓസ്ട്രേലിയൻ ഡോളർ USD കനേഡിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, US ഡോളർ. മനസ്സിലായോ? അപ്പോൾ ഈ കറൻസീസ് ആണ് എന്താണ് മേജർ ആയിട്ട് ട്രേഡ് വരുന്ന കറൻസീസ് ആണ്. മനസ്സിലായോ? ഇവയ്ക്ക് കുറഞ്ഞ ലിക്വിഡിറ്റിയും സ്പ്രെഡുകളും ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ സാധാരണമായി ഇപ്പോൾ ഒരു തുടക്കക്കാരൻ നമ്മളെടുത്ത് ട്രേഡ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കണം കറൻസിയിൽ എനിക്ക് ഏതാണ് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുകയെന്ന്. ഞാൻ പറയും യൂറോ USD ആണെന്ന് പറയും. അപ്പോൾ എന്താ, യൂറോ USD വളരെ ഈസിയാണ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അതാണ് അതിനെ മേജർ ആയിട്ടുള്ള കറൻസി എന്ന് വിളിക്കുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, നമ്മൾ യൂറോ USD 1.0850 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് എത്ര വിലയുണ്ട്? ഒരു യൂറോയ്ക്ക് എത്ര വിലയുണ്ട്? 1.0850 ആണ് അതിന്റെ വാല്യൂ എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയണത്. മനസ്സിലായോ? ഇപ്പൊ യൂറോ USD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.0850 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും US ഡോളറിന്റെ വാല്യൂ അതിന് ഉണ്ട്. ഇനി അടുത്ത ഒരു ടേം. അപ്പോൾ ഫോറക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു, ബേസ് കറൻസി, കോഡ് കറൻസി എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറൻസീസ് ഏതാണെന്ന് മനസ്സിലായി. അടുത്തത് നമ്മൾക്ക് വരുന്നതാണ് പിപ്പ്. പിപ്പ് എന്താണെന്നുള്ളത്, പോയിന്റ് ഇൻ പെർസെൻറ്റേജ്. പിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം എന്താ? പോയിന്റ് ഇൻ പെർസെൻറ്റേജ്. പിപ്പ് എന്നത് ഒരു കറൻസി ജോഡിയുടെ വിലയിലെ ഏറ്റവും ചെറിയ മാറ്റത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് പിപ്പ് എന്ന് പറയുന്നത്. മിക്ക കറൻസി ജോഡികളിലും ഒരു പിപ്പ് നാലാമത്തെ ദശാംശ സ്ഥാനമാണ്. അപ്പൊ എന്താണ്, ഒരു പോയിന്റ്, ഒരു മൂവ്മെന്റ് വരുമ്പോൾ അതിനെ പറയുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. ഇത്ര പ്രൈസ് ഇത് മൂവ് ചെയ്തു, അതാണ് പിപ്പ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എക്സാമ്പിളോടുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂറോ USD 1.1000 നിന്നും 1.1001 പോകുമ്പോൾ അതെന്തായി? ഒരു പിപ്പ് മൂവ്മെന്റ് ആയി. അത് ബയ്യോ സെല്ലോ ആയിക്കോട്ടെ, എന്താണ് അതെന്താ, അതിന് നമ്മൾ ഒരു പിപ്പ് മൂവ്മെന്റ് മുകളിലേക്ക് പോയി അല്ലെങ്കിൽ താഴത്തേക്ക് പോയി എന്ന് പറയും. അതേപോലെ ഇപ്പൊ ജപ്പാനീസ് yen എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ ഇതിനും അതിൻ്റെതായ പ്രൈസ് ആണ് ഉള്ളത്. ഇപ്പോ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൈസ് ആയിരിക്കും. 3400, 3350 ആ റേഞ്ചിലാണ് ഗോൾഡ് ഒക്കെ നിൽക്കുന്നത്. ഇനി ജപ്പാനീസ് yen ആണെന്നുണ്ടെങ്കിൽ എന്താ, 1.09, 109 അല്ലെങ്കിൽ 111, 112 അങ്ങനെ ആ ഒരു റേഞ്ചിലായിരിക്കും ജപ്പാനീസ് yen നിൽക്കുന്നത്. അപ്പൊ എന്താ, പലതിനും പല എന്താ പ്രൈസ് ആയിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ, ഈ യൂറോ USD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.1000 നിന്ന് 1.1001 പോകുമ്പോൾ എന്താ, ഒരു പിപ്പ് മുകളിലേക്ക് പോയതായിട്ട് മനസ്സിലാക്കുന്നു. ഇനി ജപ്പാനീസ് yen ആണെന്നുണ്ടെങ്കിൽ 109 നിന്ന് 109.01 പോയിട്ടുണ്ടെങ്കിൽ ഒരു പിപ്പ് അത് വർദ്ധിച്ചു. മനസ്സിലായോ? ഒരു പിപ്പ് അത് കൂടി. അപ്പം നമുക്ക് മനസ്സിലാക്കാം എത്ര പിപ്പ് മൂവ്മെന്റ് ആയിരുന്നുള്ളൂ. അപ്പൊ ആ മൂവ്മെന്റ് മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് പിപ്പ് എന്ന് പറയുന്നത്, പോയിന്റ് ഇൻ പെർസെൻറ്റേജ്. വ്യാപാരികളുടെ ലാഭനഷ്ടങ്ങൾ പിപ്പുകളുടെ എണ്ണത്തെയും വ്യാപാര വലുപ്പത്തെയും ആശ്രയിച്ചിരിക്കും. മനസ്സിലായോ? എത്ര പിപ്പ് കയറി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വോളിയം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അടുത്തൊരു ടേം, ഓക്കെ, സ്പ്രെഡ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്താണ് സ്പ്രെഡ്? ഇപ്പോൾ സ്പ്രെഡ് എന്നൊക്കെ പറയണത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സ്പ്രെഡ് അറിയാതെ നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഒരുപാട് ബ്രോക്കേഴ്സ് നമ്മളെ പറ്റിക്കും. മനസ്സിലാവില്ല എന്താണ് ചെയ്യണത്, കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. സോ അതിൽ കൂടെ അവരെന്ത് ചെയ്യും, കമ്മീഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പ്രെഡിൽ കൂടെ തന്നെ ഒരുപാട് പൈസ അവരെടുക്കും. സോ സ്പ്രെഡ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഒരു കറൻസി ജോഡിയുടെ വിൽപ്പന വിലയും വാങ്ങൽ വിലയും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. അതായത് ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ എന്താ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് വ്യക്തമാക്കാം. ഒരു ട്രേഡ് തുറക്കുമ്പോൾ ബ്രോക്കർ ഈടാക്കുന്ന പ്രധാന ചെലവാണിത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞു സ്മാർട്ട് എഫ്എക്സിൽ നിങ്ങൾക്ക് എന്താ സ്പ്രെഡ് എടുക്കുകയുള്ളൂ, വേറെ ഒന്നും നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു. കമ്മീഷൻ, സ്വാപ്പ്, ഡെപ്പോസിറ്റ് വിഡ്രോവൽ ചാർജ്, സ്ലിപ്പേജ്, ഹിഡൻ ചാർജ് ഇതൊന്നും എടുക്കില്ല, സ്പ്രെഡ് മാത്രം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് എന്താണ് സ്പ്രെഡ് എടുക്കുന്നത് എന്തായിരിക്കും? ഇപ്പോ അത് വോളിയത്തിനനുസരിച്ചായിരിക്കും നമുക്ക് സ്പ്രെഡ് എടുക്കുക. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന് എത്രയാണ് സ്പ്രെഡ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും 1 ലോട്ടിന് $25 ആണെന്ന് പറയും. അതേപോലെ യൂറോ USDക്ക് പല ഇൻസ്ട്രുമെന്റിനും പല സ്പ്രെഡ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ കറൻസിക്ക് എന്താ, യൂറോ USDക്ക് ചിലപ്പോൾ $10 ആയിരിക്കും ഉണ്ടാവുക, $10 ആയിരിക്കും അതിന്റെ സ്പ്രെഡ് വരാം. സോ അത് നമ്മൾ എടുക്കുന്ന വോള്യത്തിനനുസരിച്ചായിരിക്കും സ്പ്രെഡ് വരുന്നത്. ഇപ്പോൾ വോളിയം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ബട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ കമ്മീഷൻ ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത്
ആസ്ക് പ്രൈസും ബിഡ്സ് പ്രൈസും, വാങ്ങൽ വിലയും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ ഇവിടെ ഇവർ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും കൊടുത്തിട്ടുണ്ട്. 1.2749, 1.2752. അപ്പൊ ഇത് തമ്മിലുള്ള ബേസ് കറൻസിയും കോഡ് കറൻസിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്താ നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 49.52. അപ്പൊ എത്രയായിരിക്കും? $3 ആയിരിക്കും. എന്താ പറയാ, $3 ആയിരിക്കും നമ്മളുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. 3 പിപ്പ്, അപ്പോൾ 3 സ്പ്രെഡ്. മനസ്സിലായോ? അങ്ങനെയാണ് സ്പ്രെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്രെഡിലേക്കൊന്നും നമ്മൾ ഇൻഡെപ്ത് ആയിട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷേ സ്പ്രെഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കമ്പനിയുടെ ചാർജാണ്. ആസ്കിംഗ് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു കറൻസി ജോഡി വാങ്ങുമ്പോൾ നിങ്ങൾ ആസ്ക് പ്രൈസിൽ വാങ്ങുന്നു. നിങ്ങൾ ഒരു കറൻസി ജോഡി വിൽക്കുമ്പോൾ നിങ്ങളുടെ ബിഡ് പ്രൈസിൽ വിൽക്കുന്നു. മനസ്സിലായോ? വാങ്ങലിലും വിൽക്കലിലും വ്യത്യാസം നമ്മൾക്ക് വരുന്നുണ്ട്. സ്പ്രെഡ് കുറയും തോറും ട്രേഡിംഗ് ചെലവുകൾ കുറയും. ഇത് പിപ്സിൽ അളക്കുന്നു. ഉദാഹരണം, യൂറോ USD ബിഡ് 1.1000 ആസ്ക് പ്രൈസ് 1.1002 ആണെങ്കിൽ സ്പ്രെഡ് എന്താ? 2 പിപ്പാണ് അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ടിൽ നോക്കാം. ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഡ് ലൈനും കാണാം, ഒരു ഗ്രീൻ ലൈനും കാണാം. അപ്പൊ ആ റെഡ് ലൈനും ഗ്രീൻ ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ എല്ലാ ബ്രോക്കേഴ്സും എല്ലാ ഇൻസ്ട്രുമെന്റിന്റെ താഴെയും എന്താ സ്പ്രെഡ് ഓൾറെഡി കൊടുത്തിരിക്കും. മനസ്സിലായോ? അപ്പോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് ആസ്ക് പ്രൈസിന്റെയും ബിഡ് പ്രൈസിന്റെയും വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അടുത്തൊരു ടേമാണ് ലിവറേജ്. ലിവറേജ് എന്താണെന്നുള്ളത്, സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഫോറക്സ് എന്താണെന്ന് പഠിച്ചു, ഫോറക്സിലെ കറൻസി പെയേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പഠിച്ചു, പിപ്പ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ സ്പ്രെഡ് എന്താണെന്ന് പഠിച്ചു. അടുത്തൊരു ടേമാണ് ലിവറേജ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോ ലിവറേജ് നിങ്ങളുടെ ബ്രോക്കർ നൽകുന്ന ഒരു തരം കടമാണ് ലിവറേജ്. ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവറേജ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കറണ്ട് പ്രൈസ് ഓഫ് ഗോൾഡിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾഡിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 3500 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ $1000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്താ? 3500 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. 2000 ഇട്ടാൽ പറ്റുമോ? പറ്റില്ല. അതിന്റെ പ്രൈസ് വരുന്നത് 3500 ആണ്. 3500 ഇട്ടാൽ പറ്റുമോ? എടുക്കാം, ട്രേഡ് എടുക്കാം. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് മാർജിൻ ഇല്ലാതെ വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്ക് ഒരു കമ്പനി ലിവറേജ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആ ലിവറേജ് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3500 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു. നിങ്ങൾ $100 ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഈ 3500ന്റെ പ്രൈസ് എടുക്കാൻ പറ്റും. കാരണം എന്താ? നിങ്ങൾക്ക് ലിവറേജ് കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ് സ്മാർട്ട് എഫക്ട്സ് കൊടുക്കുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സ്മാർട്ട് എഫക്ട്സ് നിങ്ങൾക്ക് ലിവറേജ് തരുന്നത് എത്രയാണ്? 400 ആണ്. 1:400. നിങ്ങൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതേ ഇൻറ്റു 400 ടൈംസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോ 5000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. $5000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്താ ലിവറേജ് 400. എത്ര ഇൻവെസ്റ്റ് ചെയ്താലും 400. അപ്പോൾ 5000 ഇൻറ്റു 400 ടൈംസ് 20 ലാഖിനുള്ള ട്രേഡ് ആൾക്ക് അവിടെ പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ചെറിയൊരു എമൗണ്ട്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് 1:100 ലിവറേജ് എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 1000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,00,000 ട്രേഡ് എടുക്കാം. മനസ്സിലായോ? അതെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ 1000 ഇൻറ്റു 100 എത്ര? 1,00,000. മനസ്സിലായോ? ഇതേപോലെ ഇപ്പൊ 1000 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്മാർട്ട് ഫിക്സിന്റെ ലിവറേജ് എന്ന് പറയുന്നത് 400 ആണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് എന്താ 400 ഇൻറ്റു 1000 $4,00,000 നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ലിവറേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു തരം കടം പോലെ ലിവറേജ് എല്ലാ ബ്രോക്കേഴ്സും നിങ്ങൾക്ക് ലിവറേജ് തരും. ഇപ്പോൾ മൾട്ടി ബാങ്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:1000 ആണ്. അതുപോലെ തന്നെ മോർഫിൻ എഫക്ട്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:200 സംതിങ് ആണെന്ന് തോന്നുന്നു. പിന്നെന്താ പല കമ്പനി പലതരത്തിലുള്ള ലിവറേജ് ആയിരിക്കുള്ളൂ തരുന്നത്. എല്ലാ കമ്പനി ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ലിവറേജ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ലിവറേജ് കൂടുതൽ എടുത്താലും നമ്മൾക്ക് പ്രശ്നമാണ്, നമ്മൾ എടുക്കാൻ പാടില്ല. അത്രത്തോളം നമ്മൾ റിസ്ക് കാര്യങ്ങൾ കൂടാണ്. സോ നിങ്ങൾ വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യുന്നതിനാൽ ലിവറേജ് നിങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
ലിവറേജ് നിങ്ങളുടെ നഷ്ടസാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ചെറിയ വിപണി ചലനങ്ങൾ പോലും വലിയ ലാഭത്തിനോ നഷ്ടത്തിനോ കാരണമാകും. അതിനാൽ ലിവറേജ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. മനസ്സിലായോ? അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന വേറൊന്നല്ല, ആ ഒരു ടിപ്പ് തന്നെയാണ്. ഏത്? നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം വോള്യത്തിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല, കൂടുതൽ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വോളിയം നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ വോളിയത്തിനെ കുറിച്ച് നോക്കാം ഇനി എന്താന്നുള്ളത്. സോ ഇതാണ് വോളിയം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല വ്യക്തികളും ഇത് അറിയാതെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ പോകും. മനസ്സിലായോ? അപ്പൊ ഇതുപോലും അറിയാണ്ടാണ് ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണത്. എന്താണ് ലോട്ട് സൈസ്? അപ്പൊ ഇതിന് ലോട്ട് എന്ന് മാത്രമല്ല, ഇതിനെ വോളിയം എന്ന് പറയും. വോളിയം, ലോട്ട് സൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയും. എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര ക്വാണ്ടിറ്റി ഗോൾഡ് എടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി കറൻസി എടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി കമ്മോഡിറ്റി എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ എന്താണ് ലോട്ട് സൈസ് എന്നുള്ളത്? ഫോറക്സ് ട്രേഡിംഗിൽ ഒരു കറൻസി ജോഡിയുടെ നിശ്ചിത എണ്ണം യൂണിറ്റുകളിലെയാണ് ലോട്ട് സൂചിപ്പിക്കുന്നത്. ഇത് വ്യാപാരത്തിന്റെ വലുപ്പം നിർണ്ണയിക്കുന്നു. അതെന്താ? നമുക്ക് മൂന്നെണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ? സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്, നാനോ ലോട്ട്. നാനോ ലോട്ട് നമുക്ക് വേണമെന്നില്ല, മൈക്രോ ലോട്ട് വരെ മതി. ഓക്കെ. നാനോ ലോട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ സ്മാർട്ട് ഫിക്സിൽ ഒന്നും നാനോ ലോട്ട് ഇല്ല. മൈക്രോ, മിനി, സ്റ്റാൻഡേർഡ്, ഈ മൂന്ന് ലോട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് വായിക്കുന്നില്ല, നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടെയുള്ള ഈ പിക്ചർ നോക്കുക. ഓക്കെ. ഇപ്പൊ ലോട്ട് സൈസിൽ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1,00,000 യൂണിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെന്താ? 1 ലോട്ട് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ 1 വോളിയം നമ്മൾ എടുക്കുന്നു എന്ന് പറയും. വളരെ കൂടുതലാണ്. നമ്മൾ ക്യാപിറ്റൽ ഒന്നും അധികം ഇല്ലാതെ ഈ 1 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇത്ര വോളിയത്തിന് ട്രേഡ് എടുക്കൂ എന്നുള്ളത്. ഇത് നമ്മൾ 1.00, ഇപ്പൊ $1,000 ഒക്കെ ഇട്ടിട്ട് 1.00 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് മിനി. മിനി ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 യൂണിറ്റ്. അതെന്താ? 0.10. പിന്നെ വരുന്നത് ഏതാ? മൈക്രോ ലോട്ട്. മൈക്രോ ലോട്ട് എന്ന് പറയുമ്പോൾ 1000 യൂണിറ്റ്. അപ്പൊ എന്താ? 0.01 വോളിയം. 0.01 ആയിരിക്കും വോളിയം വരുന്നത്. അപ്പോൾ മൂന്ന് തരത്തിലായിരിക്കും വരുന്നത്. മൈക്രോ ലോട്ട് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങാം. 0.01, 0.10, ദെൻ 1 ലോട്ട്. സോ ഇതിന്റെ ഇടയിൽ വേറെ വോളിയം ഉണ്ട്. അതായത് 0.01 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.02 ഉണ്ട്, 03 ഉണ്ട്. അത് കഴിഞ്ഞ് 09 കഴിഞ്ഞിട്ട് വരുന്നതാണ് 0.10. അതേപോലെ 0.20 ഉണ്ട്, 0.30 ഉണ്ട്, 0.50 ഉണ്ട്. അങ്ങനെ വരും നമ്മളുടെ വോളിയം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്പ്രെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഒരു കമ്പനി സ്റ്റാൻഡേർഡ് ലോട്ടിലായിരിക്കും വോളിയം പറയാം. 1.00 ഒരു ലോട്ടിലായിരിക്കും. അപ്പോൾ ഒരു ലോട്ട് ഗോൾഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എഫെക്സിൽ നിങ്ങൾ $25 കൊടുക്കണം. ഒരു ലോട്ട് യൂറോ USD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എഫെക്സിൽ നിങ്ങൾ $10 കൊടുക്കണം. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിൽവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $35-40 കൊടുക്കണം. മനസ്സിലായോ? അത് കറൻസീസും മാറുമ്പോൾ എന്താ, അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള മെറ്റൽസ് എടുക്കുമ്പോൾ എന്താ, ഇത് കൂടും, സ്പ്രെഡ് കൂടും. മനസ്സിലായോ? സ്പ്രെഡ് കൂടും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈക്രോ ലോട്ടിലിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര മൂവ്മെന്റ് പോയാലും $4, $8, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും. മിനി ലോട്ടിലിട്ട് ചെയ്താൽ എന്താ? $4, $40 ആവും. സ്റ്റാൻഡേർഡിൽ ഇട്ടുള്ള ചെയ്താൽ എന്താ? $400 ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൈക്രോ എന്ന് വെച്ചാൽ $4, മിനി എന്ന് വെച്ചാൽ $40, സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ $400. അത്രയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് റിസ്കിയാണ്, വളരെ കൂടുതൽ എടുത്ത് കളിക്കണം. പക്ഷേ നിങ്ങളൊരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിഗിനർ എന്ന നിലയ്ക്ക് നമ്മൾ എന്താ, നിങ്ങളെ കൊണ്ട് മൈക്രോ ലോട്ടിലെ ട്രേഡ് ചെയ്യിപ്പിക്കുള്ളൂ. അതായത് വലിയ വലിയ പ്രോഫിറ്റ് കാണിച്ച് വലിയ വലിയ പ്രോഫിറ്റ് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ബെസ്റ്റ് ട്രേഡുകൾ ഇട്ട് പഠിപ്പിക്കും. അതായത് ഇപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു മാത്രം ചോദിക്കുള്ളൂ. അല്ലാതെ കമ്പനി ലൈസൻസ്ഡ് ആണോ, റെഗുലേഷൻ ആണോ, സ്പ്രെഡ് എന്താ നിങ്ങളുടെ, സ്വാപ്പ് എന്താ നിങ്ങളുടെ, ലിവറേജ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ചോദിക്കാൻ ആ വ്യക്തിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എന്താണ്? ഇതിന്റെ ബേസിക്സ് പഠിച്ചിട്ടില്ല. കുറെ സ്ഥലത്ത് നിങ്ങൾ കാശ് കൊണ്ട് കളയുമ്പോഴോ നിങ്ങൾ പഠിക്കുകയുള്ളൂ എന്താണ് പിപ്പ്, എന്താണ് സ്പ്രെഡ്, എന്താണ് വോളിയം. സോ അതാണ് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു $1,000 ഒരു കമ്പനിയിൽ കൊണ്ട് ഇട്ടിട്ട് വലിയ വോളിയത്തിലൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക വോളിയം എന്താണെന്നുള്ളത്. ഓക്കെ. സോ ഇവിടെ
ഇനി എക്സാമ്പിൾ ഒന്നും പറയണ്ടല്ലോ, ഇവിടെ സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോട്ട് വലുപ്പം ഒരു പൈപ്പിന്റെ മൂല്യത്തെയും നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അപകട സാധ്യതയും നേരിട്ട് ബാധിക്കുന്നു. അതായത് വോളിയം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് കൂടും. മനസ്സിലായോ? ഇനിയിപ്പോൾ റിസ്ക് മാനേജ്മെന്റിൽ ഞാൻ ലോട്ടിനെ പറ്റി പറയാം. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫോറക്സിനെ കുറിച്ച് പഠിച്ചു, ഫോറക്സിന്റെ ടേംസിനെ കുറിച്ച് പഠിച്ചു, സ്പ്രെഡിനെ കുറിച്ച് പഠിച്ചു, ലിവറേജ് എന്താന്ന് പഠിച്ചു, ആ, പിന്നെന്താ വോളി എന്താന്ന് പഠിച്ചു. അടുത്തതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് അടുത്തൊരു ടേമാണ്. നിങ്ങൾ ഇതൊക്കെ ബുക്കിലോ ഇതിലെ എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കണം, എന്നാലും ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. സോ പിന്തുണയും പ്രതിരോധവും, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നത് ട്രേഡിംഗിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ആശയങ്ങളിൽ ഒന്നാണ്. വിചിത്രം എന്ന് പറയട്ടെ, പിന്തുണയും പ്രതിരോധവും എങ്ങനെ അളക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അവരുടേതായ ആശയം ഉള്ളതായി തോന്നുന്നു. മുകളിലുള്ള ഡയഗ്രാം നോക്കൂ. നിങ്ങൾ കാണാനാകുന്നത് പോലെ ഈ സിക്സാക് പാറ്റേൺ മുകളിലേക്ക് നീങ്ങുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ട്രേഡിംഗ് ഇത് കണ്ടോ, നമ്മളെപ്പോഴും എന്തായിരിക്കും, നമ്മളെ ചാർട്ട് എപ്പോഴും മുകളിലേക്കും താഴോട്ടും മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസ് എവിടെ വരും? റെസിസ്റ്റൻസ് എപ്പോഴും മുകളിലായിരിക്കും വരാം. സപ്പോർട്ട് എപ്പോഴും എവിടെ ആയിരിക്കും വരാം? സപ്പോർട്ട് എപ്പോഴും താഴെ ആയിരിക്കും വരാം. മനസ്സിലായോ? റെസിസ്റ്റൻസ് മുകളിലും സപ്പോർട്ട് താഴെയും. സോ ഇവിടെ എഴുതിയിരിക്കണം, നമുക്ക് വായിക്കാം. വില മുകളിലേക്ക് നീങ്ങുകയും പിന്നീട് പിന്നോട്ട് വലിക്കുകയും ചെയ്യുമ്പോൾ അത് പിന്നോട്ട് വലിക്കുന്നതിന് മുമ്പ് എത്തിയ ഏറ്റവും ഉയർന്ന പോയിന്റ് ഇപ്പോൾ പ്രതിരോധമാണ്. സോ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയി പറഞ്ഞുതരാം. എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഇപ്പൊ നിങ്ങൾ കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ്, കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് 3500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഇത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. മുകളിലേക്ക് പോകുമ്പോൾ ഇതെന്താ, 3500 മുകളിലായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക. അപ്പൊ 3500 എന്താ, 3500 എന്ന് പറയുന്നത് കറന്റ് പ്രൈസ്, ഇപ്പോൾ നിൽക്കുന്ന വില. മുകളിലായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക. അപ്പോൾ റെസിസ്റ്റൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 3510. മനസ്സിലായോ? സപ്പോർട്ട് എപ്പോഴും എത്രയായിരിക്കും? താഴെയായിരിക്കും, 3490. മനസ്സിലായോ? ഇതായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. റെസിസ്റ്റൻസ്, കറന്റ് പ്രൈസ്, സപ്പോർട്ട്. അത് മാത്രം എപ്പോഴും മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്റൻസ്, കറന്റ് പ്രൈസ്, സപ്പോർട്ട്. ഇത് എപ്പോഴും എന്താ, മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രൈസിലായിരിക്കും ഒരു സാധനം നിൽക്കുന്നത്. പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ആവും, പുതിയ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, 3500 കറന്റ് പ്രൈസ്, മുകളിൽ 3510 റെസിസ്റ്റൻസും 490 സപ്പോർട്ടും കിടക്കണം. പെട്ടെന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയപ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് വീണ്ടും മുകളിലേക്ക് പോവാണ്, കറന്റ് പ്രൈസ് മുകളിലേക്ക് പോവാണ്. കറന്റ് പ്രൈസ് എന്താവും? മുകളിലേക്ക് പോകുമ്പോൾ കറന്റ് പ്രൈസ് 3510 ആവും. മുകളിൽ വേറൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആവും, 3520. അപ്പൊ എന്തായി? സപ്പോർട്ട് മുകളിലേക്ക് കയറി. സപ്പോർട്ട് എന്താവും? 3500 ആവും. മനസ്സിലായോ? ഇങ്ങനെയാണ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ കറന്റ് പ്രൈസ്, സപ്പോർട്ട് വർക്ക് ചെയ്യുക. വൈസ് വേഴ്സ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോ താഴത്തേക്ക് ഇറങ്ങാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? 3500 കറന്റ് പ്രൈസ്, സപ്പോർട്ട് 3490. താഴത്തോട്ട് ഇറങ്ങി, കറന്റ് പ്രൈസ് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താ, 3490 കറന്റ് പ്രൈസ് ആവും. റെസിസ്റ്റൻസ് 510 നിന്ന് 500 ഇറങ്ങും, പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ആവും. 480 പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ആവും. മനസ്സിലാവും? ഇതാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, കറന്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാനിതിപ്പോ സിമ്പിൾ ആക്കിയത് അതുകൊണ്ടാണ്. എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരുമ്പോൾ, എല്ലാം എക്സാമ്പിളോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ. ഇനിയുള്ളതാണ് ഫോറക്സ് മാർക്കറ്റ് സമയം, അതായത് ഫോറക്സ് മാർക്കറ്റ് ടൈമിംഗ് എപ്പോഴാണെന്നുള്ളത്. അതായത് നമ്മൾക്ക് ഈ ഒരു മാർക്കറ്റിൽ 4 സെഷൻസ് ആണ് വരിക. മനസ്സിലായോ? സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് സിഡ്നി, പിന്നെ വരുന്നതാണ് ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഇത് ലോക്കൽ ടൈം എന്ന് പറയുന്നത് അവരെ ടൈമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരെ ടൈം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട എന്താ, GCC, ഇവിടുത്തെ ടൈമിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താ, സിഡ്നി രാവിലെ 2 മണിക്ക് ഓപ്പൺ ആയിട്ട്, രാവിലെ 2 മണി കേട്ടോ, രാവിലെ 2 മണിക്ക് ഓപ്പൺ ആയിട്ട് രാവിലെ 11 മണിക്ക് തന്നെ ക്ലോസ് ആവും. ടോക്കിയോ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ഓപ്പൺ ആയിട്ട് കാലത്ത് 9 മണിക്ക് ക്ലോസ് ആവും. ലണ്ടൻ എപ്പോഴാ? 11 മണിക്ക് രാവിലെ ഓപ്പൺ ആയിട്ട്, സോറി, ഓപ്പൺ ആയിട്ട് 8 മണിക്ക് ക്ലോസ് ആവും. അതേപോലെ തന്നെ ന്യൂയോർക്ക് എപ്പോഴാണ്? ന്യൂയോർക്ക്
ഉച്ചയ്ക്ക് 4 മണി. ഇവിടെ പി എമ്മും എ എമ്മും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അത് നോക്കണ്ട. ഓക്കെ, അതും മാറ്റണം. സോ ഇത് എത്ര മണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 11 മണിക്ക് ഓപ്പൺ ആവാം, രാത്രി 8 മണിക്ക് ക്ലോസ് ആവും. ഓക്കെ, പിന്നെന്താ ന്യൂയോർക്കിന് 4 മണിക്ക്, ഉച്ചയ്ക്ക് 4 മണിക്ക് ഓപ്പൺ ആയിട്ട്, ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഗോൾഡ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സെഷനാണ് കേട്ടോ. US ഡോളറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കറൻസീസും, ഗോൾഡ്, സിൽവർ, പിന്നെന്താ പല്ലേഡിയം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ടൈമാണ് 4 മണി ടു 1 മണി രാത്രി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മളുടെ ന്യൂസ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് 4 മാർക്കറ്റ് ടൈമിങ്സ് ഉണ്ട്: സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് ഇതിന്റെ ടൈമിംഗ് കാര്യങ്ങൾ എന്നുള്ളത്. സോ ഇത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ന്യൂസിന്റെ ടൈം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇതിനെ അഫക്ട് ചെയ്യും. എന്തിനാ? ട്രേഡിനെ അഫക്ട് ചെയ്യും. സോ വ്യാപാര ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? വ്യാപാര ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾക്ക് എന്താ മെയിൻ ആയിട്ട് ഫോറക്സ് വ്യാപാരികൾക്ക് കറൻസി ജോഡികൾക്ക് പുറമെ മറ്റ് സാമ്പത്തിക ഉൽപ്പന്നങ്ങളും വ്യാപാരം ചെയ്യാൻ കഴിയും. സോ അതിലൊന്നാണ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോക്സ്. ഇപ്പോൾ എനിക്ക് ഈ ഐഫോണിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ സ്റ്റോക്സ് ഒരുപാട് നമുക്കറിയാം: ഗൂഗിള്, ട്വിറ്റർ, പിന്നെന്താ ഗൂഗിള്, ട്വിറ്റർ, ആമസോൺ, ടെസ്ല, സ്റ്റാർബക്സ്, അങ്ങനത്തെ സ്റ്റോക്സിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ചരക്കുകൾ എന്ന് പറയുന്നത്. ചരക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മോഡിറ്റീസിന്റെ ഉള്ളിൽ വരുന്നതാണ് ഗോൾഡ്, സിൽവർ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ. സൂചികകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ്. മനസ്സിലായോ? ഇൻഡെക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡെക്സിലേക്ക്, ഒരു സ്റ്റോക്കിലേക്ക് ട്രേഡ് ചെയ്യുന്നതിന് പകരം അവർ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടെ നമ്മൾക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സൂചികകൾ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, സ്മാർട്ട് എഫക്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറക്സ് ആണ്, കമ്മോഡിറ്റീസ് ആണ്, ഇൻഡൈസസ് ആണ്, സ്റ്റോക്ക് ആണ്. ഈ ഇൻഡൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്ര കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് S&P 500, ഡൗ ജോൺസ് എന്ന് പറഞ്ഞാൽ US 30, Nifty 50. മനസ്സിലായോ? നിഫ്റ്റി. പിന്നെന്താ, അതുപോലെ തന്നെ ജർമ്മൻ 40, പിന്നെന്താ നാസ്ഡാക്ക് 100. 100 കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ US 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 30 കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ നാസ്ഡാക്ക് 100, UT 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. US 500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ജർമ്മൻ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ഇൻഡെക്സസും എന്താണ് നമ്മൾക്കുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്താ? ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗുണം എന്താ? ഒരു കമ്പനി നന്നായി പെർഫോം ചെയ്തില്ല, റവന്യൂ ജനറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കമ്പനി അത് ചെയ്തിട്ട് അതിന്റെ ഷെയർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? അതാണ് ഇപ്പോഴത്തെ തലമുറ എന്താ ഇൻഡിസസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്യും? ഇൻഡിസസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇനിയുള്ളത് അടിസ്ഥാന ഫോറക്സ് ട്രേഡിംഗ് തന്ത്രങ്ങൾ. ഏതൊക്കെയാണ് ഇതിലുള്ള ട്രേഡിംഗ് ടെക്നിക്സ് എന്നുള്ളത്? അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഡേ ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷൻ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്. സോ സ്കാൽപ്പിംഗിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ഇപ്പോൾ എന്നെ പോലെ ആയിരിക്കില്ല അപ്പുറത്തിരിക്കുന്ന വ്യക്തി ട്രേഡ് ചെയ്യുന്നത്, ആളെപ്പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി ട്രേഡ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദ ട്രേഡ് എന്തായിരിക്കും? ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യണത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് എന്താണ്? സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 3500 നിൽക്കുന്ന ഗോൾഡ് ആണെന്ന് വിചാരിക്കുക. 3500 നിൽക്കുന്ന ഗോൾഡ് ഇപ്പോൾ എൻ്റെ അനാലിസിസിൽ അത് മുകളിലേക്ക് പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3503 വെച്ചിട്ട് അത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയും. അതായത് ചെറിയ പോയിന്റിൽ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് ട്രേഡ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി താഴേക്കാണെന്ന് വിചാരിക്കുക, ഞാനൊരു 497 അത് കട്ടായി കളയും. അതിനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയാം. ഇനി ഞാൻ കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ് 3500 ആണ്. എൻ്റെ അനാലിസിസ് ഇത് മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാനൊരു 3520 ഒരു ദിവസം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഡേ ട്രേഡിംഗ് എന്ന് പറയും. 1 ഡേ ട്രേഡിങ്ങിനെയാണ് എന്താ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്.
ഡേ ട്രേഡിംഗ് അല്ലാതെ ഇപ്പൊ ഞാൻ രാത്രി 12 മണിക്കുള്ളിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ, അതിന് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും. മനസ്സിലായോ? സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ദിവസം ട്രേഡ് ചെയ്യുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പൊസിഷൻ ട്രേഡിംഗ്. സോ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈമിൽ നമ്മൾ എന്താ ഫാസ്റ്റായി ഓരോ 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 ട്രേഡ് ഇടുന്നതിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയാ. ചെറിയ സമയത്തിനുള്ളിൽ വലിയ വരുമാനം. പിന്നെ രണ്ടാമത്തെയാണ് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാലത്ത് ഞാനൊരു ട്രേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ രാത്രി 12 മണിക്കുള്ളിൽ ഞാനത് കട്ടാക്കും. കട്ടായില്ല, പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും. അപ്പോൾ സ്വിംഗ് എന്താ, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ട്രേഡ് കൊണ്ടുപോകുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ട്രേഡ്. അതായത് സ്റ്റോക്കിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അവർ പേഷ്യൻസ് ഉള്ള ആൾക്കാരായിരിക്കും. എന്താ, വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കുള്ളൂ. അവരെയാണ് നമ്മൾ പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ? 4 തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. സ്കാൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യണത്. രണ്ടാമത്തെ ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡേ. മൂന്നാമത്തെ സ്വിംഗ് എന്ന് വെച്ചാൽ മോർ ദൻ 1 ഡേ, 1 വീക്ക്, 2 വീക്ക്. പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ദൻ 1 മന്ത്, 1 ഇയർ, ലൈക്ക് ദാറ്റ്. അപ്പൊ അതാണ് 4 തരത്തിലുള്ള ട്രേഡേഴ്സ് മാർക്കറ്റിൽ വരുന്നത്. അഡ്വാൻസ് ഫോറക്സ് ട്രേഡിംഗ് തന്ത്രങ്ങൾ. സോ എന്താണ് ഇതിലുള്ള ട്രേഡിംഗ് തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ്. വേറൊന്നുമില്ല, ട്രെൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ട്രെൻഡ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ, കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. കൗണ്ടർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഗോൾഡ് 3500 നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഇത് താഴോട്ട് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. ഇറങ്ങി 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 ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടി കാത്തുവെക്കും. എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് പൊങ്ങുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. താഴെ പോയിട്ട് അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് അതെന്താ, തിരിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നതിനെയാണ് കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ക്യാരി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇതുപോലെ ബോണസ് കാര്യങ്ങളൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യുന്നതിനാണ് ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇതൊന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ എന്താണ് ട്രെൻഡ് ട്രേഡിംഗ് എന്നുള്ളതൊക്കെ. പിന്നെ റിസ്ക് മാനേജ്മെന്റ്, അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റിസ്ക് എങ്ങനെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വോളിയം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നിക്ഷേപം സംരക്ഷിക്കാനുള്ള പ്രധാന തന്ത്രങ്ങൾ. ഫോറക്സ് ട്രേഡിംഗിൽ ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കുന്നത്. കണ്ടോ, എന്താണ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, ക്യാപിറ്റൽ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. ക്യാപിറ്റൽ അവിടെ സേഫ് ആയിരിക്കണം എന്നുള്ളത്. മനസ്സിലായോ? അത് റിസ്ക് മാനേജ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റിസ്ക് റിവാർഡ് അനുപാതം, അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ. നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇതിൽ വെക്കാൻ നോക്കുക. സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മാനുവൽ ട്രേഡിങ്ങിന് പകരം നമ്മൾ എന്താ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഉണ്ട്. അതായത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് പ്രോഫിറ്റ് ആവും, ഒരു പോയിന്റിൽ എത്തുമ്പോൾ ലോസ് ആവും. അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ഥാന വലുപ്പം. ഒരു ട്രേഡിംഗ് നിങ്ങളുടെ മൊത്തം അക്കൗണ്ട് ബാലൻസിന്റെ 1-2% മാത്രം റിസ്ക് ചെയ്യുക. ഇപ്പോൾ 5000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ $5000 ട്രേഡ് എടുക്കണ്ട, അതിൽ നിന്ന് ഒരു $100 ട്രേഡ് എടുത്താൽ മതി. മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെന്താ, സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ്. അത് എന്താ, എത്ര ലാഭം മുൻകൂട്ടി നിർണ്ണയിക്കണം, ഓർഡർ. അതായത് ആ പോയിന്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടാവും. നെഗറ്റീവ് ബാലൻസ് പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ അക്കൗണ്ടിനുള്ളതിനേക്കാൾ കൂടുതൽ പണം നഷ്ടപ്പെടുന്നതിന് തടയുന്ന ചില ബ്രോക്കർമാർ വാഗ്ദാനം ചെയ്യുന്ന ഒരു സുരക്ഷാ നടപടി. അതായത് ക്രെഡിറ്റ് ബോണസ് ഒക്കെ. ചില കമ്പനി നിങ്ങൾക്ക് ക്രെഡിറ്റ് തരും, ബോണസ് തരും. ഇതൊക്കെ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടിത്തരില്ല. സോ വിജയത്തിലേക്കുള്ള പാത. ഫോറക്സ് ട്രേഡിംഗ് മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ആവേശകരമായ വിപണിയാണ്. പിപ്സ്, സ്പ്രെഡുകൾ, ലിവറേജ് ലോട്ടുകൾ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രേഡിംഗ് തന്ത്രങ്ങൾ റിസ്ക് മാനേജ്മെന്റും ഒരുപോലെ പ്രധാനമാണ്. ഇതൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ, എന്താണ് ഫോറക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ എന്താണ്,
ഈ ടേംസ് കാര്യങ്ങൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ, അച്ചടക്കം, ക്ഷമ, മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ട്രേഡ് ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ ആ, ക്ഷമ, പേഷ്യൻസ്, സ്റ്റഡി, ഇതിനെക്കുറിച്ച് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് മാത്രമേ ഞാൻ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന്, നമ്മൾ ഇന്ന് ഫോറക്സിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഫോറക്സ് എന്നുള്ളത്? കറൻസി പെയേഴ്സ് ആണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഫോറക്സിലെ ജോഡികൾ യൂറോ യു എസ് ഡി, GBP USD, ന്യൂസിലാൻഡ് ഡോളർ USD, അങ്ങനത്തെ കറൻസീസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പിപ്പ് എന്താണെന്ന് പറഞ്ഞു, പോയിന്റ് ഇൻ പെർസെൻറ്റേജ്. സ്പ്രെഡ്, കമ്പനിയുടെ ചാർജാണ് സ്പ്രെഡ് എന്ന് നമ്മൾ പഠിച്ചു. ലിവറേജ് എന്താണെന്ന് പഠിച്ചു. പിന്നെന്താ, ലോട്ട് സൈസ്, വോളിയം, മൂന്ന് തരത്തിലുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നെന്താ, മാർക്കറ്റ് ടൈമിങ്സ്, ഏതൊക്കെയാണ് അതിന്റെ ടൈമിങ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെന്താ, നമ്മൾ ഏതൊക്കെ സാധനങ്ങളിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത്, മെറ്റൽസ്, അതായത് കമ്മോഡിറ്റീസ്, ഫോറക്സ്, ഇൻഡിസസ്, സ്റ്റോക്സ്. പിന്നെ നമ്മൾക്ക് എന്താ, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസത്തെ പ്രൈസിൽ, ഫ്യൂച്ചറിലെ പ്രൈസിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യും. മനസ്സിലായോ? അതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് തന്ത്രങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്നുള്ളത് മാർക്കറ്റിൽ. ഡേ ട്രേഡിംഗ്, സോറി, സ്കാൽപ്പിംഗ് ഫസ്റ്റ്, സ്കാൽപ്പിംഗ് ചുരുങ്ങിയ സമയം കൊണ്ട്, ഡേ ട്രേഡിംഗ് ഒരു ദിവസം കൊണ്ട്, പിന്നെന്താ, സ്വിംഗ് ട്രേഡിംഗ് ഒന്നിലധികം ദിവസമോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ, പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു വർഷം ട്രേഡ് ചെയ്യുന്നത്. പിന്നെന്താ, അഡ്വാൻസ്ഡ് ട്രെൻഡ്, കൗണ്ടർ ട്രെൻഡ് എന്താണെന്നുള്ളത് പഠിച്ചു. റിസ്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പഠിച്ചു. ഒരു കോയിൻ്റെ അപ്പുറം അപ്പുറം പോലെയാണ് റിസ്ക്, പ്രോഫിറ്റും ഉണ്ട് ലോസ് ഉണ്ട്. അത് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ, കുറച്ച് കാര്യങ്ങൾ അങ്ങനെയും പഠിച്ചു. എന്താണ്, അച്ചടക്കം, ഡിസിപ്ലിൻ, പേഷ്യൻസ്. പിന്നെന്താ, ടൈം കൊടുക്കുക. നിങ്ങൾ പെട്ടെന്ന് ഇത് പഠിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് ആക്കാന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഇത്തിരി ടൈം കൊടുക്കുക, കൂടുതലായിട്ട് സ്റ്റഡി നടത്താം. ഓക്കെ. സോ നമ്മളുടെ വെബിനാർ സെഷൻ ഇന്ന് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമന്റ് സെഷൻ ഓൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ചാറ്റിൽ ചോദിക്കാം. മജീദ് സാർ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത ടേംസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടും വിളിക്കാം. ഇപ്പൊ ഇത് നമ്മൾ ബേസിക്സ് മാത്രം, ഒരു എന്താ പറയുക, ടേംസ് മാത്രം ഇന്ന് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് ന്യൂസ്, ഇത് വരുമ്പം എങ്ങനെയാണ് നമ്മളെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യണത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ന്യൂസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽസ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെന്ന് പറയണത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ത്, ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എന്താണ് സ്പ്രെഡ്, ലിവറേജ് കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന സ്ലൈഡ് ഒന്നുകൂടി പറയൂ. ഓക്കെ. സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണോ അറിയേണ്ടത്? സ്റ്റോപ്പ് ലോസിനെ കുറിച്ചാണോ അറിയേണ്ടത്? എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ടേക്ക് പ്രോഫിറ്റ് എന്നുള്ളതാണോ? യെസ് ഓർ നോ എന്ന് പറയണേ. ഓക്കെ. എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് വർക്ക് ചെയ്യാന്നുള്ളത്? ഇപ്പൊ നമ്മൾ വർക്ക് ഉള്ള ആളുകളാണ്. ഈ ഒരു മാർക്കറ്റിൽ ഫുൾ ടൈം നമ്മൾക്ക് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെ പറയുന്നതാണ് മാനുവൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മാനുവൽ ട്രേഡേഴ്സ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രേഡ് ചെയ്യാണ്. ഇപ്പൊ 3500 ഗോൾഡ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും? ഇത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഫോണിൽ നോക്കിയിരുന്നുകൊണ്ട് തന്നെ മാനുവലി ഇത് പ്രോഫിറ്റിലേക്ക് ആവുമ്പോൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് കളയാം.
ഇങ്ങനെയാണ് മാനുവൽ ട്രേഡിംഗ് വർക്ക് ആവുക. രണ്ടാമത്തെയാണ് നമ്മളെ പോലത്തെ വർക്കുള്ള ആൾക്കാർ, ഫുൾ ടൈം മാർക്കറ്റ് നോക്കിയിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവര് വർക്കിന്റെ ഇടയിൽ ഇവർ എന്ത് ചെയ്യും? ഒരു ട്രേഡ് ഇട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അല്ലെ രാത്രി കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ അതിനാണ് നമ്മൾ എന്താ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അവിടെ ഉള്ളത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന് രണ്ട് സിനാരിയോ നമുക്കുണ്ട്. ഇപ്പോ കറന്റ് പ്രൈസ് ഫോർ എക്സാമ്പിളോട് കൂടി പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പ്രൈസ് വെച്ചിട്ട്. ഇപ്പോ 3500 ഗോൾഡ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. 3500 ഗോൾഡ് നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അനാലിസിസ് പറയാണ് ഇത് മുകളിലേക്ക് പോകും, എനിക്ക് മേടിക്കാം, ബൈ എടുക്കാന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? TP എപ്പോഴും മുകളിൽ സെറ്റ് ചെയ്യും. അതായത് 3510 താഴെ 3490 ഞാൻ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഇത് നോക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യണ ആ ടൈമിൽ എങ്ങാനും ഇത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ TP എത്തുമ്പോൾ 3510 എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് ആ ട്രേഡ് അവിടെ ക്ലോസ് ആയിട്ട് ആ പ്രോഫിറ്റ് നമ്മളിലേക്ക് വരും. ഇൻ കേസ് എൻ്റെ അനാലിസിസ് തെറ്റായിരുന്നു, ഇത് താഴോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് 3490 അത് കട്ടായിട്ട് ആ ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ എന്താ, നമ്മളിത് സ്റ്റോപ്പ് ലോസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോണത് മൊത്തം ബെയർ ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡോളർ നമ്മളിൽ നിന്ന് പോവുള്ളൂ. മനസ്സിലായോ? വൈസ് വേഴ്സ. ഇനി വേറൊരു ഇതുണ്ട്, ഇത് ബൈങ്ങിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 3500 ഗോൾഡ് നിൽക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ഞാൻ താഴോട്ട് പോവാണെന്നുണ്ടെങ്കിൽ TP എവിടെ വരും? ടേക്ക് പ്രോഫിറ്റ് എപ്പോഴും താഴെ വരും. താഴോട്ട് പോയാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 3490 ഞാൻ TP വെക്കും, മുകളിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 3490 എൻ്റെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3490 വരെയുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടും. പക്ഷേ എൻ്റെ അനാലിസിസ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് പോകുമ്പോൾ 3510 എത്തുമ്പോൾ അവിടെ വെച്ചിട്ടുള്ള അത്രയും ലോസ് ഞാൻ ബെയർ ചെയ്യേണ്ടി വരും. ഇതാണ് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു യെസ് പറയാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മജീദ് സർ, മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ, ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. 5 മിനിറ്റും കൂടി ഞാൻ ഇരിക്കാം. എന്താണെന്നുള്ളത് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്നുള്ളത്. അതായത് റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിഗ്നൽസ് കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. എവിടെ വെച്ച് ട്രേഡ് ഓപ്പൺ ചെയ്യണം, എവിടെ വെച്ച് ക്ലോസ് ചെയ്യണം എന്നുള്ള സിഗ്നൽസ് കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അവിടെയാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ ശ്രദ്ധിക്കേണ്ടത്. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1:3 ആണ് പറയുക. അതായത് ഈ സ്റ്റോപ്പ് ലോസിന്റെ ടേക്ക് പ്രോഫിറ്റിന്റെ നീളമാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എന്തോരം വെക്കണം എന്നുള്ളത്, എത്ര അടുത്ത് വെക്കണം, സ്റ്റോപ്പ് ലോസ് എത്ര അടുത്ത് വെക്കണം, ടേക്ക് പ്രോഫിറ്റ് എത്ര അടുത്ത് വെക്കണം എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുക 1:3 തന്നെയാണ്. എല്ലാവരും 1:3 ആണ് പറയുക. അതായത് ഒരു ചെറിയ പോയിന്റിൽ TP വെക്കുക, ഒരു ഇത്തിരി പോയിന്റിൽ SL വെക്കുക. പക്ഷേ കൂടുതലും ആളുകൾ പറയാന്ന് വെച്ചാൽ കൂടുതൽ പ്രോഫിറ്റും ചെറിയ ഇതിൽ SL വെക്കുക എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് അറിയാലോ, ഏഹ് ഒരു രീതി തന്നെ നിൽക്കില്ല. അപ്പോഴെന്താ, കൂടുതലും SL അടിച്ച് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും വരാം. അപ്പൊ എന്താ, SL കുറച്ച് ഇറക്കി വെക്കുക, അധികം പോണ്ട, എന്നാലും ഒരു റേഞ്ചിൽ നമ്മൾ വെക്കുക. TP കുറച്ച് അടുത്തും വെക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതിനെപ്പറ്റി, കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ അടുത്ത ക്ലാസ് ഇനി അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് പറയും എന്താണ് റിസ്ക് മാനേജ്മെന്റ്, അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഒരു വ്യക്തി റിസ്ക് മാനേജ് ചെയ്യാത്ത വ്യക്തിയും റിസ്ക് മാനേജ് ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം, പിന്നെന്താ ഈ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് തമ്മിലുള്ള കാര്യങ്ങൾ, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ബേസിക്സ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് വേറൊരു കാര്യം. നിങ്ങൾ തിയറി മാത്രം വെച്ചിരിക്കരുത്. തിയറി മാത്രം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുള്ളൂ.
പ്രാക്ടിക്കലും കൂടി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ചെയ്ത് പോകണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അണ്ടറിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക, ചെറിയ ചെറിയ വോള്യത്തിൽ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഇതിൽ 20% തിയറി ഉള്ളൂ, 80% പ്രാക്ടിക്കലാണ്. മനസ്സിലായോ? പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ട്രേഡ് ഇട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ക്ലോസ് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച, അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം റിസ്ക് മാനേജ്മെന്റും ടൈപ്പ് ഓഫ് ട്രേഡേഴ്സും ട്രേഡിംഗ് പ്ലാനും കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. സോ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. അപ്പോൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ.